പാട്ടത്തിനടുത്ത് താമസിക്കുന്ന നിർധന കുടുംബത്തെ കുടിയിറക്കുവാൻ ഒരുങ്ങി കേരള ബാങ്ക്. ഭൂവുടമ കവിയിൽ കളപ്പുരയ്ക്കൽ ജോസ് ഫ്രാൻസിസ്, മകൻ അജിത് കെ ജോസ് എന്നിവർ എടുത്ത വായ്പ തിരിച്ചടയ്ക്കാത്തതിനാലാണ് കുടിയിറക്കാൻ ബാങ്ക് തീരുമാനിച്ചത്. തൊടുപുഴ CJM കോടതി ഉത്തരവും കമ്മീഷനുമായാണ് അധികൃതരെത്തിയത്. വായ്പ മറച്ചുവെച്ചാണ് ഉപ്പുതറ പൊരികണ്ണി മുകളിൽ സണ്ണി വർക്കിക്ക് വീടും സ്ഥലവും പാട്ടത്തിന് നൽകിയത്. കബളിപ്പിക്കപ്പെട്ട ഈ നിർധന കുടുംബം കുടിയൊഴിപ്പിക്കൽ ഭീഷണിയിലാണ്. തൊടുപുഴയിൽ സ്ഥിര താമസക്കാരനായ ജോസിന്റെ ഉടമസ്ഥതയുള്ള ഭൂമി സണ്ണി 2018 സ്വരുക്കൂട്ടിയ പണമായ 4 ലക്ഷം രൂപ സെക്യൂരിറ്റി നൽകി പാട്ടത്തിനെടുത്തത്. വർഷം 2 ലക്ഷം രൂപ പാട്ടത്തുക നൽകിയാണ് ഇവിടെ കൃഷി ചെയ്തു വന്നത്. വനമായി കിടന്ന ഭൂമി പൊന്നുവിളയുന്ന ഭൂമിയാക്കി മാറ്റുകയും ചെയ്തു. കഴിഞ്ഞ ദിവസമാണ് സണ്ണി ഈ ഭൂമിക്ക് വായ്പയുണ്ടെന്ന് അറിയുന്നത്. ഉടൻ ജോസിനെ ബന്ധപ്പെട്ടപ്പോൾ ജപ്തി സ്റ്റേ ആയെന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചു. എന്നാൽ CJM കോടതിയിൽ നിന്ന് കമ്മീഷനും ബാങ്ക് അധികൃതരും എത്തിയപ്പോഴാണ് ജോസ് തന്നെ വീണ്ടും കളിപ്പിച്ചത് തിരിച്ചറിഞ്ഞത്. കൊച്ചു കുഞ്ഞുങ്ങളുമായിട്ടുള്ളതെല്ലാം ഇതിനകത്ത് ചിലവാക്കി ജീവിക്കുന്നതാണ്. ഞങ്ങൾക്ക് വേറെ ഒരു മാർഗ്ഗവുമില്ല. ഞങ്ങളെ ഇറക്കി വിട്ടാൽ ഞങ്ങൾ എന്ത് ചെയ്യുന്നു? ആത്മഹത്യയല്ലാതെ ഞങ്ങൾക്ക് വേറൊരു മാർഗ്ഗം ഇനിയില്ല. ഞങ്ങളിനി എന്താ ചെയ്യണമെന്നുള്ളത് ബാങ്കുകാരോ ആരാന്ന് വെച്ചാൽ അതിൻ്റെ ഞങ്ങളായിട്ട് മേടിച്ചൊരു ലോണല്ല, ഞങ്ങൾക്ക് അറിയത്തുമില്ല. ഞങ്ങളിപ്പോഴാണ് ഇത്ര ഇതായിട്ട് കാണുന്നത് അറിയുന്നത്. 2 കൈക്കുഞ്ഞുങ്ങളുമായി എങ്ങോട്ട് പോകണമെന്നും അറിയാതെ ഈ കുടുംബം ആത്മഹത്യാ ഭീഷണിയിലുമാണ്. തൊടുപുഴ ജോസേട്ടൻ എന്ന് പറഞ്ഞ് ET ജോസ് എന്ന് പറയുന്ന അറിയപ്പെടുന്ന പുള്ളിയുടെ പറമ്പ് ഞാൻ 10 വർഷത്തേക്ക് 20 ലക്ഷം രൂപ വെച്ച് ഒരു വർഷം 2 ലക്ഷം രൂപ വെച്ച് പാട്ടക്കാർ പറഞ്ഞ് സംബന്ധിച്ച് 4 ലക്ഷം രൂപ അഡ്വാൻസ് ആയിട്ട് കൊടുക്കുകയും 2 ലക്ഷം രൂപ ആദായ വർഷം കൊടുക്കുകയും ചെയ്തു. ഞാൻ വരുമ്പോൾ ഇത് മുഴുവൻ കംപ്ലീറ്റ് കാടും ആയിട്ട് കിടന്ന ഭൂമിയാണ്. ഇത് മുഴുവൻ ഞാൻ വെട്ടിത്തെളിച്ച് മൊത്തം കംപ്ലീറ്റ് കൃഷി ചെയ്ത് ഈ പരുവത്തിലാക്കി ഇവിടെ ലോൺ ഉണ്ടെന്നുള്ള വിവരങ്ങളൊന്നും പുള്ളി നമ്മളോട് പറയോ ഇതൊന്നും ചെയ്യുന്നില്ല, മറച്ചു വെക്കുന്നില്ല. കഴിഞ്ഞ ദിവസം ഇവിടെ ഈ ലോണുണ്ട്, ഇത് ജപ്തി ചെയ്യാനായിട്ട് വരുമെന്നും പറഞ്ഞ് ബാങ്കിൽ നിന്നൊരു സാറ് വന്ന് പറയുമ്പോഴാണ് നമ്മൾ ഈ വിവരം അറിയുന്നത്. ഞാൻ പുള്ളിയോട് വിളിച്ച് പറഞ്ഞാൽ പുള്ളി പറഞ്ഞു പൈസ പുള്ളിക്ക് കിട്ടാണ്ട് പുള്ളി അടച്ചോളാം, കുഴപ്പമില്ലെന്ന് പറഞ്ഞു. എന്നിട്ട് ഇന്നും കൂടെ പുള്ളി പറഞ്ഞു പുള്ളിക്ക് കൊടുക്കേണ്ട പാട്ട പൈസയുടെ സമയമാവുക, പൈസ കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് പുള്ളി പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ഇവിടെ ബാങ്കിൽ നിന്ന് വരുമെന്ന് ജപ്തി നടപടിയിലേക്ക് ഇത് വന്നേക്കുന്നത്. 2018 പാട്ടത്തിന് നൽകിയ ഭൂമിയും വീടും ഈട് വെച്ച് 2017 കേരള ബാങ്ക് തൊടുപുഴ മെയിൻ ശാഖയിൽ നിന്നും 25 ലക്ഷം രൂപ വായ്പ എടുത്തിരുന്നു. ഒരു തവണ പോലും തിരിച്ചടച്ചില്ല. 2020 സർഫാസി ആക്ട് അനുസരിച്ച് ഇത് ജപ്തിയാവുകയും ചെയ്തു. ജോസ് വിവിധ കോടതിയെ സമീപിച്ച് സ്റ്റേ വാങ്ങിയാണ് ഇത്രയും നാൾ ജപ്തി ഒഴിവാക്കിയത്. കോടതികളെല്ലാം സ്റ്റേ തള്ളിയതോടെ ബാങ്ക് CJM കോടതിയെ സമീപിച്ച് ജപ്തി ചെയ്യാൻ അനുമതി വാങ്ങി കമ്മീഷനുമായി എത്തുകയായിരുന്നു. പ്രശ്നം രൂക്ഷമായപ്പോൾ സണ്ണിയും കുടുംബവും ആത്മഹത്യാ ഭീഷണിയും മുഴക്കി. ഉടൻ തന്നെ സമീപവാസികളും പഞ്ചായത്ത് പ്രസിഡന്റും സ്ഥലത്തെത്തി. പഞ്ചായത്ത് പ്രസിഡന്റ് ജെയിംസ് KJ കമ്മീഷൻ ബാദുഷയുമായി സംസാരിക്കുകയും അപേക്ഷ നൽകി 3 ദിവസത്തെ അവധി വാങ്ങുകയായിരുന്നു. കമ്മീഷനോടൊപ്പം ബാങ്ക് സീനിയർ മാനേജർ P. ബിന്ദു, മാനേജർ ദീപ D, ബാങ്ക് ഉദ്യോഗസ്ഥർ, റവന്യൂ ഉദ്യോഗസ്ഥർ, പോലീസ് തുടങ്ങിയവരും ഉണ്ടായിരുന്നു. ഇടുക്കി വിഷൻ ന്യൂസ്, ഉപ്പുതറ.